വീട്ടിൽ ജീപ്പ് വാങ്ങിയപ്പോൾ തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഒരു ട്രിപ്പ് പോകണമെന്നുള്ളത്. സമയ സന്ദർഭമൊക്കെ ഒത്തു വന്നപ്പോഴേക്കും പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. നേരെ വിട്ടു മൂന്നാറിലേക്ക്. ഡിസംബർ മാസത്തിൽ ട്രിപ്പ് പോകാൻ പറ്റിയ വേറൊരു സ്ഥലവുമില്ല മൂന്നാറല്ലാതെ. മൂന്നാറിലോട്ടൊരു ട്രിപ്പ് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്, അതും ജീപ്പില്. അന്നാ പിന്നെ നമുക്ക് പോകാം മൂന്നാറിലോട്ട്. വെൽക്കം ബാക്ക് ടു ദാറ്റ്സ് ഇറ്റ്. വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. രാത്രിയിൽ മൂന്നാർ പോയി സ്റ്റേ ചെയ്ത് രാവിലെ തന്നെ എഴുന്നേറ്റ് മൂന്നാറിലെ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാനായിട്ടായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പോണ വഴിക്ക് ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. വൈകിട്ട് മൂന്നാറിൽ പോയി സ്റ്റേ ചെയ്യാന്നുള്ളത് മാറ്റി ഞങ്ങൾ അടിമാലിയിൽ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കാരണം ഇപ്പോൾ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ മൂന്നാറിൽ ചെന്നിട്ട് അഥവാ റൂമൊന്നും കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, അതൊരു വലിയ പ്രശ്നമായാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അടിമാലിയിൽ സേഫായിട്ട് സ്റ്റേ ചെയ്തിട്ട് രാവിലെ മൂന്നാറിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഏകദേശം രാത്രി ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ അടിമാലിയിൽ വന്നു. അടിമാലി വന്നപ്പോൾ തന്നെ നമുക്ക് റൂമൊക്കെ സെറ്റായി കേട്ടോ. നമുക്ക് നല്ലൊരു അടിപൊളി ഹോട്ടലും നല്ലൊരു അടിപൊളി റൂമൊക്കെ സെറ്റായി. ഹോട്ടലിൻ്റെ വാതിലിൽ തന്നെ കുറേ തട്ടുകടകളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ നേരെ ഒരു തട്ടുകടയിൽ കയറി നല്ല കപ്പ ബിരിയാണി കഴിച്ചു. പിന്നെ ഞങ്ങൾ ഓരോ ഡബിൾ ഓംലേറ്റും കഴിച്ചു, ഒരു കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് തിരിച്ച് നേരെ റൂമിലോട്ട് പോയി. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം. പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, നല്ല അടിപൊളി റൂമായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു അടിപൊളി റൂമായിരുന്നു. സിംഗിൾ റൂമാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ഞങ്ങൾക്ക് ഒരു അഡീഷണൽ ഒരു ബെഡും കൂടെ തന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഡബിൾ റൂമിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അഡീഷണൽ ഒരു ബെഡും കൂടെ തന്നു. പിന്നെ ഞങ്ങൾ അവിടെ വന്നു, നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് കിടന്നുറങ്ങി. റൂമിൽ നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഞങ്ങളുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നല്ലൊരു അടിപൊളി വ്യൂ കണ്ടിട്ടാണ്. നല്ല മലനിരകളും പച്ചപ്പും ഒക്കെ ആയിട്ട് ഞങ്ങൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ 5 മണി 5:30 ആയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും പോകാനായിട്ട് എല്ലാം റെഡിയായി. 6 മണി 6:30 മുമ്പ് തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങി. ഇപ്പോൾ ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ മൂന്നാറിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ പോവുകയാണെങ്കിൽ ബ്ലോക്കിലൊന്നും പെടാതെ നമുക്ക് പതുക്കെ കാഴ്ചകളൊക്കെ കണ്ടു പോകാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ 6:30 ആയപ്പോൾ തന്നെ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ജീപ്പിനടുത്ത് വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു പണി കിട്ടിയതറിഞ്ഞത്. ഞങ്ങൾ ജീപ്പ് പാർക്ക് ചെയ്തതിന് പിന്നിലായിട്ട് വേറെ 2 കാറും കൂടി വൈകിട്ട് വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം അവിടെ വന്ന ആളുകളുടെ കാറാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഈ കാറ് മാറ്റാതെ ഞങ്ങൾക്ക് ജീപ്പ് പിന്നോട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ആ കാറിൻ്റെ ഓണേഴ്സിനെ വിളിച്ചു, അവരെ കൊണ്ട് ആ കാറൊക്കെ മാറ്റിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അടിമാലിയിൽ നിന്ന് നേരെ മൂന്നാറിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. അടിമാലിയിൽ നിന്ന് മൂന്നാറിലോട്ടുള്ള യാത്ര അടിപൊളി യാത്രയായിരുന്നു. കുറച്ച് കുന്നും കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും തേയിലത്തോട്ടങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങി. നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ കുറേ ദൂരം ചെന്ന് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ തന്നെ അങ്ങ് മറന്നുപോയി. കാരണം അത്ര രസമുള്ള സ്ഥലമാണ്. നമ്മളത് കണ്ടങ്ങ് നിന്നു പോകും. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അങ്ങ് മറന്നു. അതുപോലെ ഭംഗിയാണ് ആ കാഴ്ചകൾ, ആ പ്രദേശം കാണാനായിട്ട് തന്നെ. ഈ തേയിലത്തോട്ടങ്ങളും മലനിരകളും എന്തൊരു ഭംഗിയാണെന്നേ കാണാൻ കൂടി ഈ നീലാകാശം. സത്യം പറഞ്ഞാൽ അവിടെ എങ്ങാനും ഇച്ചിരി സ്ഥലവും മേടിച്ച് ഒരു വീടും വെച്ച് കൂടിയാലോ എന്ന് ആലോചിച്ചു പോയി. അത്ര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഈ മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ വീഡിയോസ് എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് കുറേ മറവി പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടു പോയിട്ടുണ്ടെങ്കിലും വീഡിയോ എടുക്കുന്ന കാര്യം പലപ്പോഴും മറന്നു പോയിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ മലനിരകളും തേയിലത്തോട്ടങ്ങളൊക്കെ താണ്ടി ആദ്യം ഞങ്ങൾ കാണാനായിട്ട് പോയത് മാട്ടുപ്പെട്ടി ഡാമാണ്. വലിയ ഭംഗിയായിട്ട് എനിക്ക് തോന്നാത്ത ഒരേ ഒരു കാര്യം മൂന്നാറിലേത്, അതായത് എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം ഈ മാട്ടുപ്പെട്ടി ഡാമായിരുന്നു.
മൂന്നാറിലെ ഒരു മസ്റ്റ് വാച്ച് ആയിട്ടൊന്നും എനിക്ക് മാട്ടുപ്പെട്ടി ഡാം തോന്നിയില്ല. സമയമുണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാട്ടുപ്പെട്ടി ഡാം. അവിടുന്ന് ഞങ്ങൾ നേരെ ചെന്നത് എക്കോ പോയിന്റിലാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു എക്കോ പോയിന്റ്. ഈ എക്കോ പോയിന്റിന്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ എത്ര നേരം വേണേലും അവിടെ നിന്ന് പോകും. അതുപോലെ ഭംഗിയാണ് ആ ഒരു സ്ഥലം കാണാനായിട്ട് തന്നെ. ഭാഗ്യമുണ്ടെങ്കിൽ ആനയൊക്കെ അവിടെ വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഒരു ഭാഗ്യം ഉണ്ടായില്ല. എങ്കിലും നല്ല രസമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. നല്ലൊരു വ്യൂ ആണ് എക്കോ പോയിന്റുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത്, മൂന്നാറിൽ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കുണ്ടല ഡാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മസ്റ്റ് വാച്ചാണ്. എന്ത് രസമാണെന്നറിയാമോ ഈ കുണ്ടല ഡാം കാണാനായിട്ട്. ഭയങ്കര രസമാണ്. അത് നേരിട്ട് പോയി കാണുമ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാകും. നല്ല രസമാണ് ഈ ഡാം കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ഞങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ആദ്യം പോയ മാട്ടുപ്പെട്ടി ഡാം സ്കിപ്പ് ചെയ്തിട്ട് നേരെ കുണ്ടല ഡാമിലോട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. ബോട്ടിങ്ങിനൊക്കെ പറ്റിയ ഡാമാണ്. അതുപോലെ ഭംഗിയാണ് ആ ഡാമിൽ ബോട്ടിങ് ചെയ്യുമെന്ന് പറയുന്നത് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു മൂന്നാർ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരുന്നു ബോട്ടിങ് എന്ന് പറയുന്നത്. അതും ഈ ഇത്രയും നല്ല സീനറിയിൽ, ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് കിട്ടിയത്. കുണ്ടല ഡാം മൂന്നാറിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുണ്ടല ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അരമണിക്കൂറോളം ബോട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കുറേ വ്യൂ പോയിൻറ്റ്സൊക്കെ കണ്ട് പിന്നെ പാമ്പാടും ചോല വഴി ഞങ്ങൾ നേരെ വട്ടവടയിലേക്ക്. വട്ടവടയിലോട്ടുള്ള യാത്ര പാമ്പാടിഞ്ചോല ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലൂടെയായിരുന്നു. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 5-6 കിലോമീറ്ററോളം കാട്ടിലുള്ളിലൂടെയുള്ള യാത്ര. ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഏതായാലും ആ ഭാഗ്യം ഉണ്ടായില്ല. എങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു പാമ്പാടിഞ്ചോല ഈ ഒരു വനത്തിനുള്ളിലൂടെയുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ നേരെ വട്ടവടയിൽ വന്നു. മൂന്നാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അവിടെ കൂടുതൽ ഫാമുകളാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പ്രധാനമായിട്ടും കാണാനായിട്ട് പോയത് സ്ട്രോബെറി തോട്ടമാണ്. വട്ടവടയും കാണാൻ അടിപൊളിയാണ്. ഫാമാണ് അവിടെ കൂടുതലായിട്ടും കാണാനായിട്ടുള്ളത്. പക്ഷേ അടിപൊളി, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഭംഗിയാണ് നമുക്ക് അവിടെ ചെന്നാൽ നേരിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അവിടെ ഞങ്ങൾ കുറച്ച് ഫാമിങ്ങുകളൊക്കെ കണ്ടു. അവിടെ കുറേ നേരം നമുക്ക് ഇരിക്കാം. അവിടെ ഫ്രീ വിസിറ്റാണ് ഈ ഫാമിലെല്ലാം. അപ്പോൾ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരിക്കാം. കുറച്ച് നേരമൊക്കെ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ അവിടെ സാധിക്കും. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ചു.
ഫാം മുഴുവൻ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം. ഒരു മലയെ ചുറ്റി നമുക്ക് ജീപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പറ്റി. കുറേ ട്രക്കിങ് പോലായിരുന്നു. സത്യത്തിൽ റോഡെല്ലാം ഭയങ്കര മോശമാണ്. അപ്പോൾ മലയുടെ മുകളിലൂടെയൊക്കെ ആയതുകൊണ്ട് തന്നെ ട്രക്കിംഗ് പോലെ തന്നെയായിരുന്നു ആ ഒരു യാത്ര. അവിടെ ഞങ്ങൾക്ക് ആ മലയുടെ മുകളിലായിട്ട് ഞങ്ങൾക്കൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. വാ, അത് അടിപൊളിയായിരുന്നു. മലഞ്ചെരുവിലൂടെ ഉള്ളൊരു ചെറിയ വഴിയിലൂടെയാണ് നമ്മൾ ആ ഒരു വാട്ടർഫോളിലേക്ക് എത്തുന്നത്. അവിടെ താഴേക്ക് നോക്കിയാൽ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഫാം മുഴുവൻ അവിടെ നിന്ന് കാണാനായിട്ടൊക്കെ പറ്റും. മലയുടെ മുകളിൽ നല്ല തണുത്ത ഐസ് പോലത്തെ വെള്ളമാണ് താഴേക്ക് വീഴുന്നത്. അവിടെ ഞങ്ങൾ ആവശ്യത്തിലധികം സമയം ചെലവഴിച്ചു. അതിനുശേഷം ഞങ്ങളോട് ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞിരുന്നു 6 മണിക്ക് മുമ്പ് നിങ്ങൾ ചെക്ക് പോസ്റ്റ് തിരിച്ചു കടക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് പോന്നു. ബ്ലോക്ക് ഭയങ്കരമായിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതിന് പെടാതിരിക്കാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു, എങ്കിലും അത് നടന്നില്ല. തിരിച്ച് ഞങ്ങൾ ഒരു 5:30 ആ ഒരു സമയമായപ്പോൾ തന്നെ ഞങ്ങൾ മൂന്നാർ ഹിൽ ടോപ്പിൽ നിന്നും താഴെ ടൗണിലോട്ട് ഇറങ്ങാനായിട്ട് തീരുമാനിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. പക്ഷേ ബ്ലോക്കിൽ പെട്ട് ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തിയത്. അതുപോലെ ബ്ലോക്കായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷൊക്കെ ആയി. അങ്ങനെ മൂന്നാർ ട്രിപ്പ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ജീപ്പിലും കൂടെ ആയിരുന്നതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുട്ടി യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ദാറ്റ്സ് ഇറ്റ്, ബൈ.